Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin wassalatu wassalamu ala asrafil mursalin wa ala kulli washabati ajma'in amma ba'd. ഏറെ സ്നേഹത്തിൻ്റെയും ബഹുമാന്യനും ആദരണീയനും പ്രിയങ്കരനുമായ ഈ മഹത്തായ സംഘത്തെ സാന്നിധ്യം കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാണ്. അതുപോലെ നമ്മുടെ സദസ്സിൻ്റെ അധ്യക്ഷൻ, ഏറെ ബഹുമാന്യനും ആദരണീയനുമായ പ്രിയങ്കരനുമായ വ്യക്തിത്വങ്ങളെ, ആമുഖം കൂടുതലായി പറഞ്ഞ് നമ്മുടെ 20 മിനിറ്റ് സമയം കുറച്ചു കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയത്തെ നമ്മൾ 20 മിനിറ്റിനുള്ളിൽ ചുരുക്കി അവതരിപ്പിക്കുകയാണ്. ലിബറലിസം, ഫെമിനിസം, LGBT പൊളിറ്റിക്സ് എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന കാര്യം. വളരെ അപകടകരവും ഗുരുതരവുമായി മുസ്ലിം ഉമ്മത്തിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായി ഇത് മാറിയിട്ടുണ്ട്. കാരണം ഒരു ശത്രു പ്രത്യക്ഷമായ ശത്രുവാണെങ്കിൽ അതിനെ എതിരാനുള്ള സർവ്വസന്നാഹങ്ങളും നമ്മുടെ പക്കലാണ്. പക്ഷേ അത് മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും മധുരോദാരമായ ശുഭകോട്ടരായ വാക്യങ്ങളായി, ആശയങ്ങളായി നമുക്ക് മുന്നിലേക്ക് കടന്നു വന്നാൽ ഒരിക്കലും അതിനെ പ്രതിരോധിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, അതിന്റെ അപകടം നമ്മുടെ ആശയത്തെ, നമ്മുടെ ആദർശത്തെ, നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിനെ, മതാത്മകമായ ആത്മീയമായ നമ്മുടെ സർവ്വമൂല്യങ്ങളെയും ചോർച്ചയോടെയോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള സംശയമില്ല. ഞാൻ വളരെ പെട്ടെന്ന് ഈ 3 കാര്യങ്ങൾ, ലിബറലിസം, ഫെമിനിസം, LGBTQI+ എന്നൊക്കെ അറിയപ്പെടുന്ന പൊളിറ്റിക്സ്, ഇതിനെക്കുറിച്ച് ചെറിയ അതിന്റെ ഒരു നിലവിലുള്ള ഒരു നിർവചനം ഞാൻ പറയാം. എന്നിട്ട് ബാക്കി കാര്യത്തിലേക്ക് പ്രവേശിക്കാം. ലിബറലിസം പറഞ്ഞാൽ വ്യക്തികളെ ദൈവതുല്യരായി കണക്കാക്കുന്ന, അഥവാ ഇൻഡിവിജ്വലിസം എന്നാണ് അതിനെ പറയാം. വ്യക്തികളെ ദൈവതുല്യരായി കാണുന്ന, ഉടലിന്റെ അവകാശം ഉടമസ്ഥന് മാത്രം, എന്റെ ശരീരത്തിന്റെ അവകാശം എനിക്ക് മാത്രം എന്ന് പറയുന്ന, മറ്റുള്ളവരിൽ നിന്നും തന്റെ അവകാശം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രം വ്യക്തികൾ ഭരണകൂടങ്ങളെ തങ്ങളുടെ ചില വിഷയങ്ങളിലുള്ള കൈകാര്യ കർത്തൃത്വം ഏൽപ്പിക്കുന്ന വ്യക്തി സമൂഹത്തിന്റെ കേന്ദ്രമായി മാറുന്ന ഒരാശയത്തിനാണ് ലിബറലിസം. പക്ഷെ നമ്മളൊക്കെ ചർച്ച ചെയ്ത ലിബറലിസം അതല്ല. ലിബറലിസം എന്താണെന്നാണ് ഞാൻ പറയുന്നത്. ഈ ലിബറലിസത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ ലോക്ക് എന്ന് പറയുന്ന ആളാണ്. അതിനു മുമ്പ് ഇദ്ദേഹം ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത് വിശുദ്ധ പൗലോസ് എന്നറിയപ്പെടുന്ന സെന്റ് പോൾ, റോമൻ ബിഷപ്പ് മാർട്ടിൻ ലൂതർ, തോമസ് ഹോബ്സ് എന്നടക്കമുള്ള വ്യക്തികൾ സമൂഹത്തിൽ ചിട്ടപ്പെടുത്തിയ ആശയങ്ങളെയാണ് ഇദ്ദേഹം ഒരു സിദ്ധാന്തമായി സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇനി ഈ ലിബറലിസം തന്നെ പൊളിറ്റിക്കൽ ലിബറലിസം ഉണ്ട്, എക്കണോമിക്കൽ ലിബറലിസം ഉണ്ട്, അതുപോലെ തന്നെ മോറൽ ലിബറലിസം ഉണ്ട്. ഈ മോറൽ ലിബറലിസമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് 3 ഘടകങ്ങളാണുള്ളത്. ഞാനത് പറയുന്നില്ല, പക്ഷെ ഞാൻ ശേഷം പറയുന്ന കാര്യങ്ങൾ അതൊക്കെ പരാമർശിക്കും എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ഫെമിനിസം. ഞാൻ ചുരുക്കിയാണ് പറയുന്നത്. വേറെ എന്ത് വിശദീകരണം വേണമെങ്കിലും നമ്മുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത് പോലെ ഒരു PDF അല്ലെങ്കിൽ ഇതിന്റെ ഒരു നോട്ട്സോ ഉണ്ട്. അതിന് തരാവുന്നതാണ്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായി തുല്യത നിലനിൽക്കണം എന്ന ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദർശനത്തിനാണ് ഫെമിനിസം എന്ന് പറയുന്നത്. LGBT പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് ഫെമിനിസത്തിന്റെ തന്നെ മറ്റൊരു വകഭേദമാണ്. ഈ ലോകം പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ദർശനമാണ്. അതുകൊണ്ട് ഈ ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയുന്ന 1960-ലെ ഫെമിനിസത്തിന്റെ സെക്കൻഡ് വേവുമായി ബന്ധപ്പെട്ട്, ഫെമിനിസത്തിന് 4 വേവുകളാണ്, 4 തരംഗങ്ങളാണുള്ളത്. അതിൽ 2 സെക്കൻഡ് വേവുമായി ബന്ധപ്പെട്ട് 1960-ൽ ഉയർത്തിപ്പിടിക്കപ്പെട്ട ഒരു ആശയത്തിന്റെ പേരാണ് LGBT പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഈ ആശയങ്ങളൊക്കെ ഏകദേശം രൂപം കൊണ്ടത് യൂറോപ്പിന്റെ നവോത്ഥാന കാലഘട്ടത്തിലാണ്. യൂറോപ്പിലാണ് ഇതൊക്കെയും ഈ ആശയങ്ങളൊക്കെയും ആദ്യമായി ഉദയമുണ്ടായിരുന്നു.
പിന്നീട് അതിന്റെ വകഭേദങ്ങൾ കാലങ്ങൾ കഴിഞ്ഞ് അങ്ങനെ ഇതിന്റെ തുടക്കം യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും പിന്തുണയ്ക്കപ്പെടേണ്ടുന്ന ഒരു തുടക്കമാണ്. കാരണം ഒരു 16-17 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയെ കുറിച്ച് നമ്മളൊക്കെ സ്കൂളിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും മുകളിലത്തെ തട്ടിൽ രാജാവ്, അതിന്റെ തൊട്ട് താഴെ ഫ്യൂഡൽ മാടമ്പിമാർ അഥവാ പ്രഭുക്കൾ. ആ പ്രഭുക്കൾ തന്നെ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. മൂന്നാമത്തെ തട്ടിൽ പുരോഹിതന്മാർ, നാലാമത്തെ തട്ടിൽ കുടിയാന്മാർ. ഈ 3 വിഭാഗവും മാറി മാറി നിരന്തരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കിയ കുടിയാന്മാർ അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിരവധി ആധുനിക ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ചു. ആ ആശയങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന ഫെമിനിസവും അതുപോലെ തന്നെ ലിബറലിസവും ഒക്കെ. അതുകൊണ്ട് ഫെമിനിസവും ലിബറലിസവും ഒക്കെ വേണമെങ്കിൽ നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയുന്ന ആശയമാണ് ആദ്യത്തെ ഘട്ടത്തിൽ. പിന്നീട് ഈ ലിബറലിസം അതിന്റെ എല്ലാ തരത്തിലുമുള്ള സ്വഭാവ സവിശേഷതകളെ കൈക്കൊള്ളിച്ചിട്ട് ഒരു പുതിയ രൂപം പ്രാപിച്ചിരിക്കുകയാണ്. വളരെ അപകടകരമായ രൂപം. അതിന് നിയോ ലിബറൽ മൊറാലിറ്റി എന്നോ മറ്റോ ആണ് പറയുന്നത്. പുതിയ ലിബറൽ ആശയം അല്ലെങ്കിൽ ലിബറൽ ധാർമ്മികത എന്നാണ് അതിനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്നത്. വളരെ ഗുരുതരമായി ബഹുമാന്യനായ താജുദ്ദീൻ മനാൻ ഉസ്താദ് പറഞ്ഞു. ഞാനവിടെ കാര്യവട്ടത്ത് അമ്പലത്തിന്റെ മുസ്ലിം ജമാഅത്തിലാണ് ഇപ്പോൾ വെള്ളിയാഴ്ച ജുമയ്ക്ക് വേണ്ടി പോകുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ് കാര്യവട്ടത്ത്. ഹയർ എഡ്യൂക്കേഷന് വേണ്ടി മലബാറിൽ നിന്ന് അടക്കം നിരവധി വിദ്യാർത്ഥികൾ അവിടെ എത്തിച്ചേരുന്നുണ്ട്. നിക്കാഹ് ധരിച്ച, അതുപോലെ പർദ്ദ ധരിച്ച, തലയിൽ മക്കനയണിഞ്ഞ പെൺകുട്ടികൾ തിരുവനന്തപുരത്തിന്റെ വ്യത്യസ്തമായ കേന്ദ്രങ്ങളിൽ താമസിച്ച് പഠനം പൂർത്തിയാക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ അവരുടെ തലയിൽ തട്ടമുണ്ടാകില്ല എന്ന് മാത്രമല്ല, അവരുടെ മനസ്സിൽ വിശ്വാസവും ഉണ്ടാകാത്ത തരത്തിൽ മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും ഒക്കെ മധുരോധാരമായ വാക്കുകളിൽ പൊതിഞ്ഞ് അപകടകരമായ ലിബറലിസത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു, ലിബറലിസം എന്ന് പറഞ്ഞാൽ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു വാദമാണ്. ആ ലിബറലിസത്തിന്റെ തുടക്കത്തിൽ അത് വ്യക്തി കേന്ദ്രീകൃതമായിരുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ലിബറലിസത്തിനെ ശക്തമായി എതിർത്തു. കാരണം വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള സമ്പദ്ഘടനയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന വർഗബോധം, വർഗരഹിത സമൂഹത്തെ സൃഷ്ടിക്കണമെന്ന് ആവശ്യപ്പെട്ടവരാണല്ലോ കമ്മ്യൂണിസ്റ്റുകൾ. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകൾ. പക്ഷെ ആ കമ്മ്യൂണിസ്റ്റുകൾ തന്നെ ഇന്ന് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന അപകടകരമായ ഒരു ആശയത്തിന്റെ പ്രയോക്താക്കളായിട്ട് കുട്ടികളിൽ അതിനെ അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കമ്മ്യൂണിസം ലിബറലിസത്തിനെതിരായിരുന്നു, പക്ഷെ രണ്ടുപേരും ഇപ്പോൾ കൈകോർത്തിരിക്കുന്നു. ഈ ലിബറലിസം കടന്നു വന്നത് ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഫെമിനിസം കടന്നു വന്നത് ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതായത് ലിംഗ സമത്വം എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ആ പദം നല്ലൊരു വായ്പാണ്. അപ്പൊ അതിലേക്ക് ഞാൻ വരാം. ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടാണ് അവർ കടന്നു വന്നത്. ആ ജെൻഡർ ഈക്വാലിറ്റി ഒക്കെ ഇപ്പൊ പോയി. ഇപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റിയാണ്. അതാ ആണില്ല പെണ്ണുമില്ല, മനുഷ്യൻ. ഒന്നുകിലാണ് പെണ്ണ്, രണ്ടുപേർക്കും തുല്യാവകാശം വേണമെന്ന് പറഞ്ഞാൽ അതിനെ കേൾക്കാൻ സുഖമുള്ളൊരു പ്രയോഗമാണ് വേണമെങ്കിൽ. പക്ഷേ ആണുമില്ല പെണ്ണുമില്ല എന്ന് പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ കീഴിൽ മാത്രം ലോകത്തുള്ള സകലതയും പരിഗണിക്കപ്പെടണമെന്ന് പറയുന്ന ഒരു ആശയത്തെയാണ് സ്കൂളുകളിലൂടെ അടിച്ചേൽപ്പിക്കുവാനുള്ള ഏറ്റവും ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നത്. ലിബറലിസത്തിന്, പുതിയ ലിബറലിസത്തിന്, നിയോ ലിബറലിസത്തിന് 2 തത്വങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ തത്വം സ്വതന്ത്രതാവാദം എന്നുള്ളതാണ്. സ്വതന്ത്രതാവാദം എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മുടെയൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മുടെ കുട്ടികൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അപകടകരമായ കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു റീല് ഇങ്ങനെ ഇടും, വളരെ വ്യാപകമാണ്. അതിലിടുന്നത് YO LO എന്നാണ്. വേണമെങ്കിൽ ഓരോന്നോ എന്തോ വേണമെങ്കിലും നമ്മൾ വായിക്കാം. എന്താണ് അതിൽ പരാമർശിക്കുന്നത്? YO LO എന്ന് പറഞ്ഞാൽ യു ഓൺലി ലിവ് വൺസ് എന്നാണ് അതിന്റെ അർത്ഥം.
അഥവാ ജീവിതം ഒരിക്കൽ മാത്രമാണുള്ളത്. അതുകൊണ്ട് ജീവിതത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അവിടെ നിയന്ത്രണത്തിന്റെയും സദാചാരത്തിന്റെയും കപടമാനവികതയുടെയും എല്ലാ വേലിക്കെട്ടുകളെയും പൊളിച്ചറിയുക. അവിടെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുന്ന പിതാവ് ഉണ്ടാകുവാൻ പാടില്ല, അധ്യാപകൻ ഉണ്ടാകുവാൻ പാടില്ല, മതനേതാക്കൾ ഉണ്ടാകാൻ പാടില്ല, നാട്ടാചാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല, മതനിയമങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എല്ലാ തരത്തിലുമുള്ള സദാചാരത്തിന്റെ കപട വേലിക്കെട്ടുകളെ പൊളിച്ചു തന്നണം എന്നാണ് അത് ആവശ്യപ്പെടുന്നത്. യോയോ എന്ന് പറയുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ കാര്യവട്ടം താമസിക്കാറുണ്ടോ രാജ്യമല്ലായിരിക്കും അറിയാം, അവിടെ മുമ്പുണ്ടായിട്ടുണ്ടോന്നറിയില്ല. അവിടെ ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ട്, ഒരു ബോർഡ്, നഗ്നയായ ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും കാരിക്കേച്ചർ വരച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, കുറിച്ചു നോക്കണ്ട, നമ്മളൊക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ അവകാശമാണെന്ന് പറയുന്ന അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിന്റെ ദുർവ്യാഖ്യാനമാണ് യഥാർത്ഥത്തിൽ ലിബറലിസത്തിന്റെ പേരിൽ നടക്കുന്നത്. ലിബറലിസത്തിന്റെ ഒന്നാമത്തെ തത്വം സ്വതന്ത്രതാവാദമാണ്. രണ്ടാമത്തെ തത്വം ആസ്വാദ്യതാവാദം. ഈ ജീവിതം എനിക്ക് പരമാവധി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എവിടെ വരെ പോകാൻ സാധിക്കുമോ അവിടെ വരേക്കും എനിക്ക് പോകാൻ സാധിക്കണം. ജീവിതം പരമാവധി അടിച്ചു പൊളിക്കണം. അതിന് ഒരു വേലിക്കെട്ടുകളും തടസ്സമുണ്ടാക്കുവാൻ പാടില്ല എന്ന് പറയുന്ന ഒരാശയത്തെയാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. ഞാൻ മദ്യം ഉപയോഗിക്കുന്നത് എത്ര അപകടകരമായിട്ടുള്ള കൗതുകകരമായിട്ടുള്ള പിന്നെ കോമഡികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടം പറയുന്നു മദ്യത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. നിർബാധം കേരളത്തിന്റെ മുക്കുമൂലകളിൽ മദ്യശാലകളും മയക്കുമരുന്ന് വിപണന കേന്ദ്രങ്ങളും തുറന്നു വയ്ക്കുവാനുള്ള ലൈസൻസുകൾ വാരിക്കോരി നൽകുകയും ചെയ്യുന്ന വളരെ വൈരുദ്ധ്യാത്മകമായ ഒരു കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചെറുപ്പക്കാർ മദ്യത്തിലേക്കും ആസക്തികളിലേക്കും വഴിതിരിച്ചു വിടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരെ മദ്യത്തിലേക്കും അതുപോലെ മയക്കുമരുന്നിലേക്കും ഒക്കെ തള്ളിവിടുന്ന തരത്തിലുള്ളതായിട്ടുള്ള ആശയഗതികളെ നാട്ടിൽ നട്ടുപിടിപ്പിക്കാൻ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലടക്കം ശ്രമങ്ങൾ ശക്തമായി നടന്നു എന്നതുകൊണ്ട് മാത്രമാണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രണ്ട് തത്വങ്ങളാണ് ലിബറലിസത്തിനുള്ളത്. ഒന്ന് സ്വതന്ത്രതാവാദവും മറ്റൊന്ന് ആസ്വാദിതാവാദവും. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടന എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമാണ്, ഇൻഡിവിജ്വലിസം. അതായത് എനിക്കപ്പുറം മറ്റൊന്നുമില്ല, ഞാൻ ആശയത്തിന്റെ ഉള്ളിൽ മാത്രം ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന സ്വാർത്ഥതയുടെ ഒരു കാഴ്ചപ്പാട് കൂടിയാണ് ലിബറലിസം എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കി വരേണ്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോ ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഏറ്റവും മികച്ച ചിത്രത്തിന് വേണ്ടിയിട്ട് അവാർഡ് ലഭിച്ചിട്ടുള്ള ചിത്രമുണ്ട്, കാതൽ ദിക്കോ എന്നാണ് അതിന്റെ പേര്. ആ ചിത്രത്തിന് അവാർഡ് ലഭിച്ചു, ഭയങ്കര നിരൂപക പ്രശംസ ലഭിച്ചു. ആ ചിത്രത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് സുവർഗ ലൈംഗികതയാണ്. അത് 28 രാജ്യങ്ങളിൽ സുവർഗ ലൈംഗികത നിയമവിധേയമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്ന സിനിമകളിൽ, നമ്മൾ വായിക്കുന്ന മാധ്യമങ്ങളുടെ വാർത്തകളിൽ, പരസ്യങ്ങളിൽ, നമ്മൾ ഇടപെടുന്ന മുഴുവൻ മേഖലകളിലും സൗണ്ടിന്റെയും ലൈറ്റിന്റെയും ക്രമീകരണങ്ങളിലടക്കം ലിബറലിസം എന്ന് പറയുന്ന ആശയത്തെ ആസൂത്രിതമായി അടിച്ചേൽപ്പിക്കുവാനുള്ള ഒരു ലോബി ആഗോള വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അധികാര കേന്ദ്രങ്ങളിലൊക്കെയും ലിബറൽ ധാർമ്മികതയുടെ വക്താക്കൾ കുടുങ്ങിപ്പോയി 28 രാജ്യങ്ങളിൽ നിയമവിധേയമാക്കപ്പെട്ടിരിക്കുകയാണ്. സ്വർഗ ലൈംഗികത എന്ന് പറയുന്നത് വളരെ അപകടം പകരുന്ന ഒരു വാർത്തയാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് ഫെമിനിസവും LGBT പൊളിറ്റിക്സും ലിബറലിസവും ഒക്കെ പരസ്പരം കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ചയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഇത്തരത്തിലുള്ള രാജ്യങ്ങളും രാജ്യങ്ങളായി മാറിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ചെറുപ്പക്കാരില്ല, കാരണം കല്യാണമില്ല, ലിവിംഗ് ടുഗദറാണ്. കാരണം കുടുംബ വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ ഔപചാരിക സംസ്കാരമാണ്, അത് മതങ്ങൾ പ്രലോഭിപ്പിക്കുന്ന ഒരാശയമാണെന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കും എന്തിനാ നമുക്ക് ജർമ്മനിയിൽ അവിടെ ആരും പണിയെടുക്കാനില്ലേ, മലയാളി മാത്രമേ ജർമ്മനിയിൽ പണിയെടുക്കാനാണല്ലോ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. ജർമ്മനി
അടിയന്തരമായ തലത്തിലുള്ള ചെറുപ്പക്കാരുടെ പ്രതിസന്ധി, അവിടെയുള്ള ഗവൺമെന്റ് ഉദ്യോഗങ്ങൾ പോലും നിർവഹിക്കാൻ പുറത്തുനിന്ന് മനുഷ്യരെ വില കൊടുത്ത് എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ എത്തിച്ചേരും എന്നാണ് പുതിയ സർവേകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് പോവുകയാണ്, അവര് സിംഗിൾ ലൈഫ് ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല കുടുംബ വ്യവസ്ഥിതി നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിലും അതിന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരികയാണ്. കാരണം നമ്മുടെ എത്ര പഴഞ്ചനെന്ന് നമ്മളെ വിശേഷിപ്പിച്ചാലും മുസ്ലിം ഉമ്മത്ത് നിലനിൽക്കുന്നത് മക്കളെയൊക്കെ കൊണ്ടാണ്. കാരണം 2 മക്കളോ 3 മക്കളോ 4 മക്കളോ ഒക്കെ ഉണ്ടാവും. അത് പറയാൻ വേണ്ടി പോവുകയാണ്. ആരിഫ് ഹുസൈൻ ജനത്ത് പറഞ്ഞത് മുസ്ലിം ഉമ്മത്തിന്റെ ആശയത്തെ ചോർത്തിക്കളയുകയും അവരുടെ പ്രതിരോധത്തെ ആശയ പ്രതിരോധത്തെ ഇല്ലാതാക്കുകയും ചെയ്ത് 2030 ഈ സമൂഹത്തെ ഇല്ലാതാക്കുമെന്നാണ്. പക്ഷേ നമ്മുടെ കുടുംബ വ്യവസ്ഥിതി, അതിന്റെ കാഴ്ചപ്പാടുകൾ, ലിബറലിസം അടക്കമുള്ള ധാർമ്മിക ചിന്തകൾ പതിയെ പതിയെ അട്ടിമറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ലിബറലിസത്തിന്റെ ആശയധാരകൾ പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുകയും അത് മനുഷ്യനെ വളരെ രഹസ്യമായി അവൻ അറിയാതെ അവന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു കയറി അവന്റെ വിശ്വാസത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ അവർ പറയുന്നത് ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റ്. ഇടയ്ക്ക് നമുക്കറിയാം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഇങ്ങനെ വീശിവെച്ചിട്ടുള്ള ഒരു ആളുണ്ട്, വൈസറ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അയാൾ ഭയങ്കര ഫാൻസാണ് അദ്ദേഹത്തിന് എല്ലായിടത്തും. കാരണം അതിന്റെ ഏറ്റവും കൂടുതൽ ഫാൻസും അദ്ദേഹത്തിന്റെ കേസ്, ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് ഇതിന്റെ അപകടം മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും കൂടുതൽ ഫാൻസ് മുസ്ലിം പേരുള്ള ആൾക്കാരാണ്. ആ മൈത്രയെ പറയുന്നത് നന്ദി നമുക്ക് വേണ്ട, സാർവത്രികമായി എല്ലാവരും അംഗീകരിക്കുന്ന എല്ലാ മൂല്യങ്ങളെയും നിരാകരിക്കുന്ന മൂല്യങ്ങളുടെ ശവപ്പുറമ്പാക്കി മനുഷ്യന്റെ ജീവിതത്തെ മാറ്റുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അദ്ദേഹം പറയുന്നത് നന്ദി വേണ്ട, ഞാൻ ജീവിക്കുന്നത് ഒരു കൂട്ടുകാരൻ വരദാനമായി അദ്ദേഹത്തിന് സൗജന്യമായി നൽകിയ വാടക വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകളാണ്, ഒരു കരീകുസ്വതി എന്നാണ് മകളുടെ പേര്. അവരുടെയൊക്കെ ജീവിതം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുകയാണ്. വളരെ കെട്ടഴിഞ്ഞ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയും നന്ദിയൊന്നും വേണ്ട, നന്ദി എന്ന് പറഞ്ഞാൽ അതൊരു വിധേയത്വമാണ്. അത് പഴയ മേലാളന്റെ മുന്നിൽ അടിയാന്മാർ കുനിഞ്ഞു പോലെയുള്ള അടിമത്ത ബോധത്തെ സൃഷ്ടിക്കും. അതുകൊണ്ട് നന്ദി വേണ്ട, വിനയം വേണ്ട, ഒരാളുടെ മുന്നിലും വിനയം പാടില്ല. അതിനു പകരം നിങ്ങൾ അഹങ്കരിച്ചോ. കാരണം അഹങ്കാരം എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റിയെ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സിംബലാണ് എന്ന തരത്തിൽ മനുഷ്യൻ മാനവികതയുടെ അടയാളങ്ങളായി ഉയർത്തിപ്പിടിക്കുന്ന സമസ്ത ആശയങ്ങളെയും പിന്തിരിപ്പനെന്ന് പറഞ്ഞ് തട്ടിത്തെറിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ആസൂത്രിതമായി, വളരെ വ്യവസ്ഥാപിതമായി ലിബറലിസം, പുതിയ നിയോ ലിബറലിസം എന്ന് പറയുന്ന ആശയത്തിന്റെ ധാരയിലൂടെ കടത്തിക്കൂട്ടുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു കാര്യം നമ്മൾ ഇപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള സംഗതി, നമ്മൾ ഈ പറയുന്ന സെക്സ് എന്ന് പറയുന്ന ഒരു കോളം പല സ്ഥലത്തും സൂചിപ്പിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സെക്സ് ജെൻഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. അതിലാണ് ഇവരുടെ കളി. കാരണം ലോകത്താദ്യമായി ലൈംഗിക ന്യൂനപക്ഷങ്ങൾ അഥവാ ട്രാൻസ്ജെൻഡർ അടക്കമുള്ള വിഭാഗങ്ങളോട് അനുഭാവം പ്രകടിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രം ലോകത്തുണ്ടെങ്കിൽ ആ പ്രത്യയശാസ്ത്രത്തിന്റെ പേര് അൽ ഇസ്ലാം എന്നാണ്. ഇസ്ലാം എന്നാണ്. ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രമാണ്. എന്ന് പറയുന്ന ഇന്റർസെക്സ് എന്നാണ് അതിന് പുതിയ LGBT പൊളിറ്റിക്സിൽ പറയുന്നത്. ഇന്റർസെക്സ് എന്ന് പറയുന്ന കുരുത്തകൾ എന്ന് അറിയപ്പെടുന്ന വിഭാഗത്തിന്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പേരുകൾ മാറ്റിവെച്ച ഒരു ആദർശത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ലോകത്ത് ഇപ്പോൾ ഇവർ പിന്തിരിപ്പൻ എന്ന് വിളിക്കുന്ന, പഴഞ്ചൻ എന്ന് വിളിക്കുന്ന, 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്ന മുസ്ലിം സമൂഹമാണ് ആദ്യമായി ട്രാൻസ്ജെൻഡറുടെ അവകാശത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുള്ള പ്രത്യേക ശാസ്ത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തട്ടിപ്പാണ്. ഇതിപ്പോ ഒരു വലിയ മാനവികതയാണ്. നമുക്ക് തോന്നും കഷ്ടം, അവരങ്ങനെ ആയിപ്പോയി, അവരെ നമ്മൾ പരിഗണിക്കണ്ടേ എന്ന് ചോദിച്ചാൽ പരിഗണിക്കണ്ടെന്ന് പറഞ്ഞാൽ മുസ്ലിംമാർ ഒന്നും ലോകം തിരിയാത്തവരാണെന്ന് പറയും. ആ മൗലവിമാർക്ക് ഒരു തരത്തിലുള്ള ലോകപരിചയമില്ല എന്ന് കൊട്ടിഘോഷിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കും. നമുക്ക് ഈ ലോകത്തിന്റെ
തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു നടക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അതുകൊണ്ട് മാനവികതയുടെ വാദങ്ങളിൽ പൊതിഞ്ഞാണ് ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, നൂറുകണക്കിന് ട്രാൻസ്ജെൻഡറുകളുണ്ട്. ഞാൻ പറഞ്ഞുതരാം, ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സെക്സും ജെൻഡറും ഒരിക്കലും ഒന്നല്ല. സെക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കലായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ജനിതകമായി ഉണ്ടാകുന്ന ശരീരത്തിന്റെ ഘടനയും നമ്മുടെ ലിംഗാവയവങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് സെക്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ 3 തരം ആൾക്കാരുണ്ട്. ഒന്ന് ഫീമെയിൽ സ്ത്രീകൾ, നമ്മൾ XX ക്രോമസോമൊക്കെ ഉള്ള സ്ത്രീകൾ. മറ്റൊന്ന് മെയിൽ പുരുഷന്മാർ, XY ക്രോമസോമൊക്കെ ഉള്ള പുരുഷന്മാർ. മറ്റൊന്ന് ഇന്റർസെക്സ്, അതായത് ഒന്നുകിൽ 2 അവയവങ്ങളും ഉള്ളവർ, 2ഉം ഇല്ലാത്തവർ, അങ്ങനെയൊക്കെ ഉള്ള ഇതെല്ലാം കൂടെ കൂടിക്കലർന്ന ഒരു മനോഗതിയിൽ അവിടെയാണ് ഇസ്ലാമിലെ സുൽത്ത എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ട്. ഇനി ജെൻഡർ എന്ന് പറഞ്ഞാൽ അത് ഒരാള് ഒന്നുകിൽ ആണായോ പെണ്ണായോ ജനിക്കുന്നു. ഒരാണ് ജനിച്ചാൽ ആണെങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത് സമൂഹം ഒരു കാഴ്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. പെണ്ണ് ജനിച്ചാൽ പെണ്ണെങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കണമെന്നൊരു കാഴ്ചപ്പാടുണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ജനിക്കുന്ന മനുഷ്യൻ അവന്റെ മനസ്സിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരാൾ ഇപ്പോൾ ആണായിട്ടാണ് ജനിച്ചത്, പക്ഷെ അദ്ദേഹത്തിന് ഒരു പെണ്ണായി ജീവിക്കണമെന്നാണ് പുള്ളിയുടെ മനസ്സ് പറയുന്നത്. പക്ഷെ സമൂഹം ഒരിക്കലും അത് അംഗീകരിക്കാറില്ല. അതുകൊണ്ട് തന്റെ മനസ്സ് പറയുന്നത് പോലെ അയാൾ ജീവിച്ചാൽ അയാളെ ട്രാൻസ്ജെൻഡർ എന്ന് പറയും. ആ ട്രാൻസ്ജെൻഡർ ഒരുപാട് 100 കണക്കിന് ഈ തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു പദപ്രയോഗത്തിന്റെ പേരാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന പ്രയോഗം. ഇനി ഒരാൾ ആണായി ജനിച്ചു, ആണായ താല്പര്യങ്ങളാണ് ഉള്ളത്, സമൂഹം നിശ്ചയിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചാൽ അതിന് സിസ്ജെൻഡർ എന്ന് പറയും. സിസ്ജെൻഡറാണ് സമൂഹം നിർദ്ദേശിച്ചിട്ടുള്ള മതങ്ങളും ധാർമ്മിക ബോധങ്ങളും മനുഷ്യനെ പഠിപ്പിക്കുന്ന ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് സിസ്ജെൻഡറാണ്. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ സമൂഹം അനുവദിക്കാത്ത, സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് ജനിക്കുന്ന, അതിനെ ഒരാൾ വിശദീകരിച്ചത് ലിംഗ ഭിന്ന മനസ്കരത. അതായത് അവന്റെ ലൈംഗിക അവയവം ഒരു നിലയിലായിരിക്കും, മനസ്സ് വേറെ നിലയിലായിരിക്കും. അപ്പോ ഇവരെ നമ്മൾ പരിഗണിക്കേണ്ടതാണല്ലോ ഇസ്ലാം പറയുന്നത്. അത് പാടില്ല. ഇസ്ലാമിന്റെ ധാർമ്മിക വ്യവസ്ഥയ്ക്ക് അത് എതിരാണ്. അപ്പോൾ ഇസ്ലാം പടച്ചനാണ്, എന്തിരിക്കാനാണ്, മനുഷ്യത്വം തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത മതമാണ് ഇസ്ലാം എന്നാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു മാനസികമായ വൈകല്യമാണ്. ഈ മാനസിക വൈകല്യങ്ങളെ പരിഹരിച്ചാൽ ബയോളജിക്കലായിട്ട് മെഡിക്കൽ സയൻസ് പറയുന്ന സംഗതിയാണ്. കാരണം ഈ ലിബറൽ തത്വചിന്തയെ ഉയർത്തിപ്പിടിച്ച് LGBT പൊളിറ്റിക്സ് എന്ന് പറയുന്ന LGBT എന്നായിരുന്നു അങ്ങനെയാണ് പറയുന്നത്. LGBT ഇപ്പൊ LGBTQI+ ആണ്. ഇനിയും വരാം, എത്ര വേണമെങ്കിലും വരാം. ആ വരുന്നവർക്ക് അവർ തോന്നുന്ന പോലെ ജീവിച്ച് ഈ പ്രപഞ്ചത്തിന്റെയും പ്രകൃതിയുടെയും ഘടനയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി ഒരു ലോബി ഈ ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെ മനുഷ്യത്വത്തിന്റെ പേരിലാണ് അവതരിപ്പിക്കുന്നത്, മാനവികതയുടെ പേരിലാണ് അവതരിപ്പിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ കരയും, കേട്ടാൽ കണ്ണു നിറയും. കാരണം അവരനുഭവിക്കുന്ന തീവ്രമായ ദുഃഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർക്കും ഒരു പരിഗണന വേണ്ടേ എന്ന് നമുക്ക് തോന്നും. അങ്ങനെ തോന്നിയാൽ നമ്മൾ ചെയ്യേണ്ടത് അവരെ ചികിത്സിക്കാനുള്ള വഴി ഉണ്ടാക്കുക. പക്ഷേ LGBT പൊളിറ്റിക്സിന്റെ വക്താക്കൾ അവരെ ചികിത്സിക്കാനുള്ള വഴി ഒരു തരത്തിലും അനുവദിക്കാറില്ല. അവരെ ചികിത്സിക്കാതെ പിടിച്ചു നിർത്തുന്നതിനാണ് ഈ പൊളിറ്റിക്സിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഈ വിഭാഗത്തോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന അനുഭാവപൂർണമായ മനുഷ്യത്വപരമായ സമീപനം. നമ്മുടെ മക്കൾ, നമ്മുടെ വിദ്യാർത്ഥികൾ പുതിയ ലോകത്ത് അവരറിയാതെ അവരുടെ ഉള്ളിലേക്ക് ഇത്തരത്തിലുള്ള മാനവിക ബോധം, ഇപ്പൊ ഈ ഹ്യൂമനിസം അല്ലെങ്കിൽ ഈ ഹ്യൂമാനിറ്റി എന്നൊക്കെ പറയുന്ന സാധനത്തെ വേറൊരു തരത്തിലാണ്, മതത്തിന് വിരുദ്ധമായ ഒരു സാധനം എന്ന നിലയിലാണ് ഇപ്പൊ പടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൾക്കാർ വിചാരിക്കുന്ന നല്ല നിലയുണ്ട്, അതങ്ങനെ വേണമല്ലോ എന്ന് പറയുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ആസ്വദിക്കും എന്നാണ് ബെല്ലടിച്ചോട് നിൽക്കുന്നത് നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും.